ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാച്ച് ചെയ്യുകയും അതിനുശേഷം നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആളുടെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ 50 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ 1 കോടിയിൽ കൂടുതൽ ക്യാഷ് വിഡ്രോവൽ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഒരു ഡെയിലി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2 ലക്ഷമോ അതിൽ കൂടുതലോ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ഉണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസിൽ വരും. എവിടുന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ബാങ്കിൽ നിന്ന് തന്നെയാണ്. ബാങ്കിന് SFT എന്ന് പറയും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബാങ്ക് ഇൻകം ടാക്സിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് പ്രകാരമാണ് നോട്ടീസ് വരിക. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഡോർമെൻ്റ് അക്കൗണ്ട്. അത് നമ്മൾ അക്കൗണ്ടിൽ ഓപ്പറേഷൻ ഇല്ലാത്തൊരു അക്കൗണ്ടിൽ വലിയൊരു എമൗണ്ട് വരികയും അതിനുശേഷം നമ്മൾ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ കേസുകളിൽ അതും ഒരു അൺറിപ്പോർട്ടഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയും. സസ്പെക്റ്റഡ് ഫോർ ഇൻകം ടാക്സ് എന്ന് പറയുന്നതാണ്. ആ രീതിയിൽ വരുന്ന ഒരു കേസുകളാവുന്നതാണ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രാവലാണ്. ഫോറിൻ ട്രാവലിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷത്തിൽ കൂടുതൽ പേയ്മെൻറ്റ് ഉണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഒരു വർഷം പോയിട്ടുണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസിൽ വരികയും, നമ്മൾ എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻകം ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യാതെ പോയിട്ടുണ്ടോ, നമ്മൾ ഇൻകം കാണിക്കാത്ത എമൗണ്ട് ആണോ ഈ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിനുള്ള സോഴ്സ് ഉണ്ടോ എന്നറിയാനാണ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനുള്ള സോഴ്സ് ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള ഡീറ്റെയിൽസ്, സപ്പോർട്ടീവ് ഡീറ്റെയിൽസ് ഒരു ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നോട്ടീസ് വരുന്നത്. ആ വരുന്ന സമയങ്ങളിൽ നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് വേണമല്ലോ, എന്തുകൊണ്ടാണ് എങ്ങനെ വന്നു എമൗണ്ട് എന്നുള്ള കാര്യം അവരെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ നമ്മൾ റിട്ടേണിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ വിട്ടുപോയിട്ടുണ്ടാവും പല ഇൻകം കാണിക്കാനോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇൻകം ടാക്സ് എടുത്ത് റിവൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത് റിട്ടേൺ നമുക്ക് ഡിസംബർ വരെ ടൈമുണ്ട്. ഡിസംബർ 30-നുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ എടുത്ത് റിവൈസ് ചെയ്യും. പ്രോപ്പറായിട്ട് ഇനി ടാക്സ് അടയ്ക്കാനുള്ള കേസുകൾ അടച്ച് തന്നെ പോയി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.